ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ചേച്ചി വന്നിരിക്കുന്നത് ഒരു മീനായിട്ടാണ്. അതായത് കൊഴുവ, നത്തൽ എന്നൊക്കെ പറയും. ഇത് നമുക്ക് ചില്ലി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചേച്ചി പറയാം. ആദ്യം നമ്മൾക്ക് കുറച്ച് ഉപ്പിടാം. ആവശ്യത്തിന് മതി. ടീസ്പൂണിൽ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി ആവശ്യത്തിന്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചേച്ചി ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ അര കിലോ പിന്നെ കൊഴുവയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫിഷ് മസാല, അത് 1 ടീസ്പൂൺ മതി. ചേച്ചി ഒരു ലെവൽ കണക്കിനനുസരിച്ച് ഇടുകയാണ്. കുറച്ച് ഫിഷ് മസാല ഇട്ടു. അതുപോലെ തന്നെ മുളക് പൊടി, അത് ഒരു 1.5 ടീസ്പൂൺ മതി. ഞാനതൊരു കുറച്ച്, എനിക്കത് ഇങ്ങനെ ഇടുമ്പോൾ എനിക്കറിയാം, അതുകൊണ്ട് ഇങ്ങനെ. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചേച്ചി ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് കോൺ പൗഡർ ഇല്ലേ, അതായത് ചോളകപ്പൊടി, അതൊരു 2 ടീസ്പൂൺ അതിടുക, ചില്ലി ഉണ്ടാക്കാൻ. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ കോൺ പൗഡർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കൊരു 15 മിനിറ്റ് നേരം വെച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ ചേച്ചി ഒരു കാര്യം മറന്നു, വെളുത്തുള്ളി 2 ഇല്ലി ചതച്ചിട്ടിട്ടുണ്ട്. അത് ഇതിൽ കാണിച്ചില്ല. അപ്പോൾ എല്ലാവരും ചേച്ചിൻ്റെ വീഡിയോ കാണണം മക്കളെ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മുടെ കൊഴുവ ചില്ലി എല്ലാം മസാലക്കൂട്ടുകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് സ്റ്റവ് കത്തിക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി. നമുക്ക് വെളിച്ചെണ്ണയിലാണ് ചേച്ചി ഉണ്ടാക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലാവുമ്പോൾ എന്താ അറിയോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ എണ്ണ നല്ല ചൂടാവട്ടെ. ചൂടായി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി. നമുക്കിനി കൊഴുവ അതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. കുറച്ചിട്ടാൽ മതി. നല്ലപോലെ ഫ്രൈ ആയി വരും. ഇതാണ് ചില്ലി. അപ്പോൾ ചൂടായി വരുന്നുണ്ട്, ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ ഈ മീൻ വറ്റലൊക്കെ വറുക്കില്ലേ മക്കളെ, എന്ന പോലെയാണ്. എണ്ണയിലിട്ട് നമ്മൾ കോരിയെടുക്കുക. അപ്പോൾ നമ്മൾ നിറയെ എണ്ണയിൽ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എണ്ണ നമുക്ക് പിന്നെ തെരുതെരേനെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണല്ലോ ഈ കടകളിലൊക്കെ ബജ്ജി ബോണ്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ. നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു പ്രാവശ്യം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല രോഗങ്ങളും വരുന്നതാണ് പറയുന്നത്. ചേച്ചിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ നമ്മുടെ ചില്ലി ഏറെക്കുറെ റെഡിയായി വരുന്നുണ്ട് മക്കളെ. ഞാൻ പറഞ്ഞില്ലേ, നല്ലപോലെ നമ്മൾ ഈ വറ്റലൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ ഇത് ചെയ്യണം. എന്നാലാണ് ചില്ലിയായിട്ട് ഇതായിട്ട് വരിക. അപ്പോൾ നമുക്കൊരു ഡിഷ് പേപ്പർ എടുത്തിട്ട് ഈ പ്ലേറ്റിൽ ഇടാം. കാരണം എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടേ ഇതിൽ കോരി ഇടുമ്പോൾ. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ ആയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ആവണം മക്കളെ. ഏറെക്കുറെ മൊരിഞ്ഞു, എന്താ പറയുക, ശരിക്കും നമ്മുടെ വറ്റൽ, അതാണ് കൊഴുവ ചില്ലി എന്ന് പറയുന്നത്. ചേച്ചി ചെയ്യുന്ന വിധമാണ് കേട്ടോ. എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ എല്ലാവരും വീഡിയോ കാണണം, ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മക്കളെ. നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ കൊഴുവ ചില്ലി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെന്താ പറയുകയെന്നറിയില്ല, ഇവിടെ കൊഴുവ എന്നും പറയും, നെത്തൽ എന്നും പറയും. നെത്തൽ മീൻ നേരാക്കാനാണ് കഷ്ടം. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ കോരിയിട്ട് ഇങ്ങനെ വറുത്ത് കോരിയെടുക്കണം മക്കളെ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വറ്റലൊക്കെ വറുത്തെടുക്കുന്ന പോലെ
എടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചേച്ചി വീഡിയോ എടുക്കുന്നതൊന്നും കറക്റ്റല്ല, ഒന്നും ശരിയാവുന്നില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും എൻ്റെ മക്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ. ചേച്ചിയെ എല്ലാവരും കാണണട്ടടാ. മൊരുന്നനെ ആവണം, അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പാകം എന്നൊക്കെ പറയില്ലേ. ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ കോരിയെടുക്കണം. അപ്പം നല്ല മൊരുന്നനായാലാണ് ഈ സാധനം ടേസ്റ്റി ആയിരിക്കുക. അപ്പോൾ നമ്മുടെ കൊഴുവ ചില്ലി റെഡി ആയിട്ടുണ്ട്. ചേച്ചി അതൊന്ന് കാണിച്ചു തരാട്ടെ, എങ്ങനെയാണ് അതിൻ്റെ ഇതൊന്ന് കാണിച്ചു തരണോ? കഴിക്കണോ? ഇങ്ങനെയാണ് ഉണ്ടാക്കണ വിധമൊന്നും മനസ്സിലായില്ലേ? കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാ മക്കളെ, ഇത് എന്താ പറയുക, നമ്മൾ വറ്റലൊക്കെ വറുക്കുന്ന പോലെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോൾ അവരിത് കഴുകുമോ എന്താണെന്നൊന്നും കറക്റ്റായി അറിയില്ല. നമ്മളെ വീട്ടിലത് നേരാക്കാനുള്ള കഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചേച്ചിക്ക് അറിയുന്ന പോലെ ചെയ്താണ് ചേച്ചി ഇങ്ങനെ ചെയ്യുക. അപ്പം എല്ലാവരും വീഡിയോ കാണടാ. മുരുക്കൻ ഉണ്ടാക്കണം. മുരുക്കൻ നമുക്ക് എത്ര വേണമെങ്കിലും കഴിച്ചാൽ ഒരാളൊരു 1/2 കിലോനൊക്കെ ഇങ്ങനെ വറുത്ത കഴിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ.